പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ പറയണത് കേൾക്കണം. ഇതിങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എവിടെയെങ്കിലും വായി നോക്കി ഇരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരു സംഘം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഒരുമിച്ച്. ഓ പോണ്ടാന്ന് ഞാൻ തലേ കഴിച്ച് പറഞ്ഞിട്ട് കേൾക്കൂല. നീ പോയാടി, നീ പോയാ? ഇല്ലല്ല, എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും പോയേനെ. അയ്യോ ഇതവക്ക് മറ്റേ ട്രെയിനിൽ എല്ലാവരുടെ കൂട്ടത്തോടെ ട്രെയിൻ കണ്ടിട്ടില്ലല്ലോ അവള്. ഇതെന്തൊരു അബദ്ധം പറ്റിയതല്ലേ? യാത്ര ചെയ്യുന്നതാണ് സൗകര്യം, അതുകൊണ്ട് ട്രെയിനിൽ പോയി. ഞാൻ ഇവിടെ ചാടിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ പോയല്ലോ, സാധനം പോയല്ലോ. ഈ ക്ലീറ്റോച്ചന്റെ വർത്താനം കേട്ടതൊന്നും ചേച്ചി എല്ലായിടത്തും പോകുമ്പോ എന്തെങ്കിലും കളഞ്ഞിട്ടാ വരണേന്ന്. ഇത് എല്ലാം നിസാര സാധനമാണ് ഈ കളഞ്ഞേക്കണത്. നിസാര സാധനമല്ല, അതുകൊണ്ടാണല്ലോ ടെൻഷൻ അടിക്കുന്നത്. ടെൻഷൻ അടിക്കണത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? അല്ലല്ല, ഇത് എടേ വാക്ക് കേൾക്കണം. ഞാൻ നല്ലോലെ പറഞ്ഞു പോകരുത് പോകരുതെന്ന്. ഒരുപാട് പെണ്ണുങ്ങൾ പോയിട്ടില്ല ഇതിന്. പോകേണ്ട സ്ഥലത്ത് പോകണ്ടേ? ചേച്ചിയാണ് മെയിൻ ആയിട്ട് പോവേണ്ടത്. പോകേണ്ടത് അപ്പൊ സംഗതി പോയല്ലോ. ആ വരട്ടഞ്ഞോട്ട് മിണ്ടല്ലേ. കിട്ടില്ലല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ എന്നെ നോക്കി പേടിപ്പിച്ചാല്? എടി ഇത് അതികുന്തമാണ്, അതികുന്തം. നിന്റെ വരും കാര്യം ഞാൻ പറഞ്ഞാടി ഈ പരിപാടിക്ക് പോണ്ടാന്ന്. ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോ എങ്ങനെയാടാ പോവാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പറയുന്നത് എന്താണ് ക്ലീറ്റോ? സംഭവം പോയല്ലോ, പോയല്ലോ. മനഃപൂർവ്വം എറിഞ്ഞു കളഞ്ഞതാണോ എവിടെയെങ്കിലും? എത്ര രൂപ ഫോൺ ആടിയത്? എത്ര രൂപ ഫോണാണ്? ഒന്നുമില്ല, ഇതിപ്പോ റെയിൽവേയിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ? നമ്മളെ പോലീസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അന്വേഷിക്കാം. എന്നിട്ട് എല്ലായിടത്തും നോക്കിയാടി? ഞാൻ എല്ലായിടത്തും നോക്കി, അവിടെ ഫുള്ള് നോക്കിയത് എന്താന്നോടാ. ട്രെയിനിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമല്ലോ സീറ്റില്. അപ്പൊ നോക്കുമ്പോ ഒരു പെണ്ണ് എന്റെ അപ്പുറത്തിരുന്ന് എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചേച്ചിയും പറഞ്ഞു നിന്നെ തന്നെയാണല്ലോ നോക്കണതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ സാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് നോക്കണോന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും എടുത്തോണ്ട് പിന്നെ ബസ്സിലും ട്രെയിനിലും ഒക്കെ നിറച്ചും കള്ളികളൊക്കെ. ശ്രദ്ധ വേണം, ശ്രദ്ധ. എവിടെയെങ്കിലും പോയാൽ പിന്നെ 10 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും ഇല്ല. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചേച്ചിക്ക് സംസാരിക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥലകാല ബോധം ഉണ്ടാവത്തില്ല. ഇപ്പൊ എല്ലാം എന്റെ തെറ്റാവും. എനിക്കറിയാം, ഒരു സാധനം അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫോൺ എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നു അറിയാം. നമ്മളൊരു ഫോട്ടോ എടുത്താൽ നമ്മളാന്ന് പോലും മനസ്സിലാവില്ല, അത്ര ഭംഗിയായിരുന്നു. നല്ല പുത്തം പോലെ ഇരിക്കുവായിരുന്നു. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, പൈസക്ക് വിലയില്ലല്ലോ. അതൊക്കെ അകത്ത് വരുന്ന പറയാം, നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അതിപ്പോഴും ബെല്ലടിക്കണുണ്ട്. അതിപ്പോ കിട്ടിയവന്മാര് സൈലന്റ് ആക്കും. എന്തായാലും കള്ളന്മാരുടെ കയ്യില കിട്ടിയത്. അതാ ഞാൻ ആ പകുതി വഴി ആയപ്പോഴാ നോക്കിയത്. ആ നേരം വരെ അത് എന്റെ ബാഗിൽ ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞപ്പോ ആവിയായി പോയാ. ഇത് അശ്രദ്ധയാണ്, അശ്രദ്ധ. ഇനിയിപ്പോ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി കാര്യമല്ലല്ലോ, ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. ചേച്ചി ഇങ്ങ് വന്നേ, നമുക്കൊരു നേർച്ചങ്ങ് നേരം വാ. എന്റെ നാപ്പത്തല്ലമ്മേ, എന്റെ ഫോൺ എടുത്തോണ്ട് പോയാൽ തുള്ളിക്കൊണ്ട് എന്റെ മുമ്പിൽ കൊണ്ട് തന്നേക്കണേ. എടുത്തോണ്ട് പോയതാണ്. നമുക്ക് പരിസര ബോധം ഉണ്ടാവാൻ വേണ്ടി കൂടെ ഒരു നേർച്ച നേരം. എവിടെയെങ്കിലും പോയാ പോയടം പോ. നിസ്സാരമായിട്ട് പോണോ? ഒരു പ്രശ്നം വന്നാലേ ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ ഇങ്ങനെയല്ല കുറ്റം കുറവും കണ്ടുപിടിക്കല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്ക് ഒരു ഭർത്താവും സപ്പോർട്ട് ചെയ്യൂല.